ഹായ് മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലുള്ള റേ ഒപ്റ്റിക്സ്, അതിനകത്ത് ലെൻസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ലെൻസുകളെ കട്ട് ചെയ്യുമ്പോഴുള്ള 2 ടൈപ്പ് കട്ടിംഗ് ഉണ്ട് ലെൻസിൻ്റെ. ഈ ഒരു കട്ടിംഗ് പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്. കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ലെൻസിന് സംഭവിക്കുക, ലെൻസിൻ്റെ ഫോക്കസ് ചേഞ്ച് ആവും, അതിൻ്റെ പവർ ചേഞ്ച് ആവും, ഇതിൻ്റെയൊക്കെ വാല്യൂസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, കട്ടിംഗ് ഓഫ് ലെൻസസ്. നോക്ക്, ഏറ്റവും ആദ്യം നമുക്ക് ഈ ലെൻസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിറൈവ് ചെയ്യുന്നതും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഏത് വെച്ചിട്ടാണ്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ടാണ്. എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല? ഒരു ലെൻസ് ഉണ്ട്, ഈ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ NL എഴുതി. L എന്ന് പറഞ്ഞാൽ ലെൻസ്. ഇതിൻ്റെ സറൗണ്ടിങ് മീഡിയം ഉണ്ടല്ലോ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NS ആയിക്കോട്ടെ, N സറൗണ്ടിങ് എന്നുള്ള NS. ഇനി ഇതിന് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും. ഈ സർഫസിൻ്റെത് R1ഉം ഈ സർഫസിൻ്റെത് R2 ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് കിട്ടുക? 1/f = n ലെൻസ് ബൈ n സറൗണ്ടിങ് -1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതിനെയാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഇതെല്ലാവർക്കും അറിയേണ്ടതാണ്. ഇനി ഇതിനകത്ത് ഈഫ് സറൗണ്ടിങ് ഈസ് എയർ, if surrounding medium is എയർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് NSൻ്റെ വാല്യൂ 1 കൊടുക്കാമല്ലോ. N ലെൻസിന് നമ്മൾ N എന്നും കൊടുത്തു, ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N-ഉം സറൗണ്ടിങ് എയർ ആകുമ്പോൾ 1 കൊടുക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് കിട്ടുക? 1/f = n - 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. റെഡി അല്ലേ? ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇക്വി കോൺവെക്സ് ലെൻസ്. എന്താണ് ഇക്വി കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ? ഇക്വി കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഈ 2 സർഫസ് ഉണ്ടല്ലോ, ഈ 2 കർവ്ഡ് സർഫസിൻ്റെയും റേഡിയസ് സെയിം ആവുക, അപ്പോൾ ഇക്വി കോൺവെക്സ് ലെൻസ് ആവും. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആണെന്ന് ആയിരിക്കും, സറൗണ്ടിങ് മീഡിയം എയർ ആണെന്ന് ആയിരിക്കും. നമ്മളെല്ലാം എയറിനും വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, 1/f = n - 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതിൽ വാല്യൂ കൊടുക്കാമല്ലോ. വാല്യൂ കൊടുക്കുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n -1 ഇൻറ്റു R1 എങ്ങനെയാണ് കിട്ടുക? ഇതാണ് ഫസ്റ്റ് സർഫസ്, ഇതാണ് R1. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഇവിടെ അല്ലേ വരിക, അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും R1. ഇനിയോ രണ്ടാമത്തേതോ ഇങ്ങനെയല്ലേ ഉള്ളത്, അപ്പോൾ ഇങ്ങോട്ടേക്കല്ലേ സെൻറ്റർ വരുന്നത്, അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അറിയാലോ സൈൻ കൺവെൻഷൻ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പോൾ 1/r മൈനസ് 1/-r. അപ്പോൾ ഇതെന്ത് വരും? n - 1 ഇൻറ്റു 1/r പ്ലസ് 1/r. 1/r പ്ലസ് 1/r എന്താവും? 2/r വരൂലേ? അപ്പോൾ ആൻസർ എന്താ ഉണ്ടാവും? ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 1/f = 2 ഇൻറ്റു n - 1/r. അപ്പോൾ ഫോക്കൽ ലെങ്ത് കിട്ടി. f = റെസിപ്രോക്കൽ എടുത്താൽ r/2 ഇൻറ്റു n - 1. ഇതായിരിക്കും ഒരു ഇക്വി കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഇനി ഇതേപോലെ കട്ടിങ് വരുന്ന സമയത്ത് ആവശ്യമുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം വരെ ഏതാണെന്നറിയോ? ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ്. ഒരു സൈഡ് കോൺവെക്സും മറ്റേ സൈഡ് പ്ലെയിനും. പ്ലെയിൻ വരുന്ന സമയത്ത് അതിൻ്റെ ഈ സൈഡ് റേഡിയസ് R ആണ്, ഈ സൈഡിലുള്ള റേഡിയസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുക പ്ലെയിൻ ആണെങ്കിൽ. ഇങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആണ്. അപ്പോൾ 1/f = n - 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 1/∞ 0 ആവും. അപ്പോൾ ഇത് n - 1 ഇൻറ്റു 1/r ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്ര കിട്ടും? r/n - 1. നോക്ക്, ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് വരിക. ഇനി ഞാൻ പറയുന്നത് അങ്ങനെ ശ്രദ്ധിച്ചോ. നമ്മുടെ ആദ്യം ഉണ്ടല്ലോ ഇക്വി കോൺവെക്സ്. ഇക്വി കോൺവെക്സിൻ്റെ കേസിൽ നോക്ക്, ഇക്വി കോൺവെക്സിൻ്റെ കേസിൽ ഇക്വി കോൺവെക്സ് അതിൻ്റെ കേസിലുള്ള ഫോക്കൽ ലെങ്ത്തിൻ്റെ വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫോക്കൽ ലെങ്ത്ത് r/2 ഇൻറ്റു n - 1 ആണ്. അതേപോലെ രണ്ടാമത്തെ കേസിൽ പ്ലാനോ കോൺവെക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ഫോക്കൽ ലെങ്ത്ത് വന്നത് r/n - 1 ആണ്. എടാ, ഇത് f1ഉം ഇത് f2 ആണെങ്കിൽ ഈ f2 എന്ന് പറയുന്നത് 2f1 ആണ്. ചെക്ക് ചെയ്ത് നോക്ക്. ഈ പ്ലാനോ കോൺവെക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഫോക്കസിൻ്റെ പകുതിയാണ് ശരിക്കും ഇക്വി കോൺവെക്സിൻ്റെ. അല്ലെങ്കിൽ ഇക്വി കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആണ് ശരിക്ക് പ്ലാനോ കോൺവെക്സിൻ്റെ.
റെഡിയാണല്ലേ? അത് ഓർത്ത് വെക്കട്ടോ. ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ കേസുകൾ പറയാം. ആദ്യത്തെ കട്ടിങ് എന്ന് പറയുന്നത് എലോങ് പ്രിൻസിപ്പൽ ആക്സിസ്, അതായത് ഇതാണ് ലെൻസ് എങ്കിൽ ഇതാണ് അതിൻ്റെ ആക്സിസ്, ഇതിലൂടെ കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാനവിടെ കട്ട് ചെയ്യുന്നതിന് ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു സിസ്റ്ററിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ട് പീസ് ആവുക. ഒരു ലെൻസ് ഇങ്ങനെ ഉണ്ടാവും, ഒരു ലെൻസ് ഇങ്ങനെ ഉണ്ടാവും. ആദ്യത്തെ ലെൻസിൻ്റെ പവർ എന്ന് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എഫും അതിൻ്റെ പവർ എന്ന് പറയുന്നത് പി ആണെന്ന് വിചാരിച്ചോ. ഫോക്കൽ ലെങ്ത് പവർ എഫും പി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളത് എന്തൊക്കെയായിരിക്കും വരിക? എടാ ഇതിൻ്റെ പവർ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എഫും ഇതിൻ്റെ പവർ എഫും ആയിരിക്കും, പി ഒ ആയിരിക്കും. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എഫും ഇതിൻ്റെ പവർ പി ഒ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ലെൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന രണ്ട് പീസുകളുടെയും ഫോക്കൽ ലെങ്ത്തും പവറും സെയിം ആയിരിക്കും എന്ന് മാത്രമല്ല, അത് രണ്ടും ഇനീഷ്യൽ ലെൻസിൻ്റെ അതേ വാല്യൂ ആയിരിക്കും വരിക. അതെന്താ അങ്ങനെ ആവാനുള്ള കാരണം? അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നറിയോ? എടാ ഇത് നിങ്ങൾ ലെൻസ് മേക്കേഴ്സ് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ആണെങ്കിൽ ഇത് എന്നെ തന്നെയാ, ഇതും എന്നെ തന്നെയാ. മാത്രമല്ല ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇത് R1 ഇത് R2 ആണെങ്കിൽ ഇവിടെയും R1 R2 തന്നെയാ. കർവ് ഒന്നും മാറിയിട്ടില്ല, റേഡിയസുകളൊന്നും മാറിയിട്ടില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മാറിയിട്ടില്ല. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് മാറൂല. ഫോക്കൽ ലെങ്ത് മാറിയിട്ടില്ലെങ്കിൽ പവറും മാറൂല. റെഡി അല്ലേ? പറഞ്ഞത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ പിന്നെ എന്താ ഡിഫറൻസ് വരിക? എടാ അപ്പം ലെൻസിൻ്റെ പകുതിയല്ലേ ഇപ്പോൾ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇമേജ് ഫോർമേഷൻ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ലെൻസ് വെച്ചിട്ട് നിങ്ങൾ ഇമേജ് ഫോം ചെയ്യുകയാണെങ്കിലും ഈ ഒരു പീസ് വെച്ചിട്ട് നിങ്ങൾ ഇമേജ് ഫോം ചെയ്യാണ്ട് ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക, കാരണം ഫോക്കൽ ലെങ്ത് ഒക്കെ സെയിമാണ്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ലെൻസ് ഉണ്ടാകുമ്പോഴുള്ള അത്ര ഇൻറ്റൻസിറ്റി വരൂല ഇമേജിന് ചെറിയൊരു പീസ് വെച്ച് ചെയ്യുമ്പോൾ, കാരണം ലൈറ്റ് കുറച്ചേ കൺവേർജ് ചെയ്യുള്ളൂ. റെഡി അല്ലേ? കുറച്ച് ലൈറ്റ് കൊണ്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പം ഇതിൽ കംപ്ലീറ്റ് ഇതിലൂടെ ഒക്കെ വരുന്ന ലൈറ്റുകളെ കൺവേർജ് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു പീസിന് മാത്രമല്ലേ കൺവേർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൂടെയുള്ള മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഈ പീസ് ഇല്ലെങ്കിൽ കേട്ടോ, ഒറ്റ പീസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പീസ് മാത്രം വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? കുറയും. വേറെ ഡിഫറൻസുകളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്ത കട്ടിങ് എന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണാവും, രണ്ട് പ്ലാനോ കോൺവെക്സ് ആയിട്ട് മാറേജ് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണ്, ഇതിൻ്റെ പവർ പി ആണെങ്കിൽ എടാ ഇവിടെ എത്തുമ്പോൾ എന്താവുന്നല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാനോ കോൺവെക്സിൻ്റെ കേസിൽ നോക്കിയാൽ നിങ്ങൾ പ്ലാനോ കോൺവെക്സിൻ്റെ എഫ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇക്വി കോൺവെക്സ് ആണ്. ഓക്കെ ആണ്. അപ്പം ഡബിൾ ആവും ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് എത്ര വരും? 2F വരും. ഇതിൻ്റെ പവറോ P/2 വരും. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 2F, പവർ എന്ത് വരും? P/2 വരും. അതെങ്ങനെയാ? പവർ എന്ന് പറയുന്നത് 1/F ആണ്. അപ്പോൾ പുതിയ പവർ എന്ന് പറയുന്നത് P' = 1/2F ആണ്. അതിലെ 1/F എന്ന് പറഞ്ഞാൽ P ആണ്, അതുകൊണ്ട് P/2 ആയി മാറും. ഓക്കെ. അപ്പോൾ പവർ പകുതിയാവും, ഫോക്കൽ ലെങ്ത് ഡബിൾ ആവും. മറന്നു പോകരുത് ഇത്രയും കേസുകൾ. ഈ രണ്ട് ടൈപ്പ് കട്ടിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോൾ എലോങ് ആക്സിസ് കട്ട് ചെയ്യാണ്, ആക്സിസിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നോ ചേഞ്ച്. റെഡി? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്താവും? ഡബിൾ ആവും. പവർ എന്താവും? പവർ പകുതിയായിട്ട് കുറയും. ഇത് രണ്ടും ഓർത്താൽ മതി. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇതാ ക്വസ്റ്റ്യൻ എങ്ങനെയാണുള്ളത് വായിച്ചു നോക്ക് നിങ്ങൾ. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് ഇങ്ങനെയാണ്. എ കോൺവെക്സ് ലെൻസ് ഹാസ് പവർ പി. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിൻ്റെ പവർ പി ആണ്. ഓക്കെ. പവർ എത്രയാണ്? പി ആണ്. പിന്നെ പറഞ്ഞ കട്ട് ചെയ്തു രണ്ട് ഹാഫായിട്ട്. ഇതാ ആദ്യം എന്ത് ചെയ്തു? ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ രണ്ടെണ്ണമായല്ലോ. ഇതാ എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിനെ വീണ്ടും കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം 3 ആക്കി മാറ്റി. ഒന്നൊരു കോൺവെക്സിൻ്റെ പകുതിയാണ്, പിന്നെയോ 2 പ്ലാനോ കോൺവെക്സിൻ്റെ പകുതിയാണ്. ഓക്കെ ആണോ? അപ്പോൾ എന്താ സംഭവിക്കുക? ശ്രദ്ധിച്ചോ. എടാ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്തിന് മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താ? ഫോക്കൽ ലെങ്ത്തും പവറൊക്കെ പഴയ തന്നെ വരിക. കാരണം എന്താ? അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറുകളൊന്നും മാറിയിട്ടില്ല. എന്നാൽ L2 L3 എന്ന് പറയുന്ന രണ്ട് ലെൻസ് നിങ്ങൾ കണ്ടില്ലേ, അത് പ്ലാനോ കോൺവെക്സിൻ്റെ പാർട്ടായിട്ട് മാറിയതുകൊണ്ട് 2F ആവും, P/2 ആവും. ഇതും 2F ആവും, P/2 ആവും. റെഡി അല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം കട്ട് ചെയ്യുമ്പം 2F എന്നുള്ള രണ്ടെണ്ണമായിട്ട് മാറും. പിന്നെ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ എന്താവും? 2Fഉം 2F ആയിട്ട് മാറും. അപ്പോൾ ഫോക്കൽ ലെങ്ത്തുകൾ മാറും, പവറുകളും മാറും. ഇനി ഇതിനകത്ത് നോക്കിയാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണെന്നറിയോ? ചൂസ് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ ഫോർ ദി റിപ്പോർട്ടഡ് പീസസ്. ഈ പീസസുകളെ സംബന്ധിച്ച് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചത്. ആദ്യത്തെ ഓപ്ഷൻ എന്താ? പവർ ഓഫ് L1 = P/2. ഇതാ L1ൻ്റെ പവർ P/2 ആണോ? അല്ല. അപ്പോൾ അതാണ് ഇൻകറക്റ്റ്. അടുത്തതിൽ എന്താ പറയുന്നത് നോക്ക്. പവർ ഓഫ് L2 P/2. ഇതാ L2ൻ്റെ P/2 ആയിട്ടുണ്ട്. പവർ ഓഫ് L3 P/2 കറക്റ്റാണ്. പവർ ഓഫ് L1 P ആണ്. യെസ്, അതും റെഡിയാണ്. അപ്പോൾ ഇത് മൂന്നും കറക്റ്റാണ്. ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. റെഡി?
അടുത്ത് നോക്ക്. എ പാർട്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് റിമൂവ്ഡ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇതാ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ കോൺവെക്സ് ലെൻസിന്റെ ഇത്രയും പാർട്ട് നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഈ പാർട്ട് ഇവിടെ ഇല്ല, കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്നിട്ട് എന്താ ചോദിക്കണത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമേജ് ഫോർമേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട്. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഇമേജസ് സോ ഫോംഡ്. എടാ ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? ഇതിൽ ഈ ഒരു പാർട്ടില്ല, ബാക്കിയുള്ള പാർട്ട് എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ ഇതാ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി ഇതവിടെ കാലിയാണ്, അവിടെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ബാക്കി ഇവിടെ ഉണ്ട്. നടുക്കുള്ള ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്ത്? കട്ട് ചെയ്തുകൊണ്ട് ഒഴിവാക്കി. ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സർക്കുലർ പാർട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇപ്പം എത്ര ഇമേജ് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻ? എടാ ലെൻസ് നിൽക്കുന്ന കേസിൽ നിന്ന് ലെൻസിൻ്റെ കേസിൽ ലെൻസിൻ്റെ ഇതിപ്പോൾ ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസിൻ്റെ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും മാറ്റാതെ നടുക്കുള്ളൊരു പാർട്ട് മാത്രം എടുത്ത് ഒഴിവാക്കുകയല്ലേ ചെയ്ത്. അപ്പം ലെൻസിൻ്റെ കർവുകളൊന്നും മാറിയിട്ടില്ല. ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറുകൾ സെയിം ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്, ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് മാറൂല. അതുകൊണ്ട് തന്നെ മുമ്പ് ഉണ്ടാക്കിയ പോലെ അതേ പൊസിഷനിൽ ഒരു ഇമേജ് ആയിരിക്കും ആരുണ്ടാക്കുക? ഈ ലെൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഓപ്ഷൻ 1 ആണ് വരേണ്ടത്. ഓപ്ഷൻ എ 1. റെഡി? എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവിടെ നടുക്കുള്ളൊരു കുറച്ച് പാർട്ട് ഒഴിവായി പോയല്ലോ. അതുകൊണ്ട് അത്ര സ്ഥലത്തുള്ള ലൈറ്റുകൾ കൺവേർജ് ആവില്ല. അതുകൊണ്ടല്ല ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയേ ഉള്ളൂ, അല്ലാതെ ഇമേജിൻ്റെ എണ്ണം കൂടൂല. മുകളിലത്തെ ഈ പാർട്ട് വേറൊന്നും ഈ ഒരു പാർട്ട് വേറൊന്നും അങ്ങനെയൊന്നുമല്ല. അതൊക്കെ കൂടെ ഒറ്റ ഇമേജേ ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഈ കട്ടിങ് ശരിക്കും എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പം ലെൻസ് ശരിക്ക് ഇത് നമ്മൾ കാണുന്നത് ഒരു സൈഡ് വ്യൂ ആണല്ലോ ലെൻസ്. ശരിക്കുള്ള ലെൻസ് എങ്ങനെയാണ് ഉണ്ടാവുക? ശരിക്കുള്ള ലെൻസ് ഒരു സർക്കിൾ പോലെയല്ലേ സാധാരണ ഉണ്ടാവില്ല? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പാർട്ട് കട്ട് ചെയ്ത പോലെ ഉണ്ടാവും. ഞാനിത് അവിടെ വേറെ കളർ കൊണ്ട് വരക്കാം. ഇതാ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു പാർട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയ പോലെ ഉണ്ടാവും. റെഡി? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സൈഡ് വ്യൂ ആണ് നമ്മൾ ഈ വരക്കുന്നത്. നടുക്കുന്ന് ഇങ്ങനെ ഒരു സർക്കുലർ പാർട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പം പിന്നെ ഈ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ലെൻസിന്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറും സെയിം ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സെയിം ആണ്. അത് മാറാത്തിടത്തോളം ഫോക്കൽ ലെങ്ത് മാറൂല. ഫോക്കൽ ലെങ്ത് മാറിയിട്ടില്ലെങ്കിൽ ഇമേജുകളും മാറൂല. ആദ്യം ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇമേജ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഈ നിൽക്കുന്ന ഇതുണ്ടല്ലോ, ഈ ലെൻസ്, ഇതൊരൊറ്റ ലെൻസാണ്. ശരിക്കും 2 പീസായിട്ടാണ് നിൽക്കുന്നത്. ഒരൊറ്റ ലെൻസിൻ്റെ പാർട്ട് തന്നെയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഇവിടെ ഇടയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്പ്ലേസ് ചെയ്ത് നിൽക്കും. ലെൻസിനെ പൊസിഷൻ മാറ്റി. അപ്പോൾ ഒരേ ലെൻസിൻ്റെ കർവായിട്ട് വരൂലല്ലോ, 2 ഡിഫറെൻറ്റ് ലെൻസ് നിൽക്കുന്ന പോലെയാവും. അപ്പോൾ ഇമേജിൻ്റെ എണ്ണം 2 ആയി മാറും. ഈ കേസിൽ സെൻറ്ററിൽ നിന്നൊരു പോർഷൻ റിമൂവ് ചെയ്തു എന്നേ ഉള്ളൂ. റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ നിങ്ങൾ ഡിസ്പ്ലേസ് ചെയ്താൽ നമ്പർ ഓഫ് ഇമേജ് 2 ആയിട്ട് മാറും. ഓക്കെ, കാരണം അത് 2 ലെൻസായിട്ട് ആക്ട് ചെയ്യും. റെഡി? യെസ്. അടുത്ത നോക്കിക്കോ. വാട്ട് വിൽ ബി ദി നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ എ ലെൻസ് ഫോംഡ് ബൈ 4 ഡിഫറെൻറ്റ് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇതാ ഇതുപോലെ ഇവിടെ ഒരു മെറ്റീരിയൽ ഉണ്ട് N1, ഇത് N2, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് N3, ഇത് N4. ഇങ്ങനെ 4 മെറ്റീരിയൽ കൊണ്ടാണ് ലെൻസ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ഇമേജ് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻ? അപ്പോൾ ആൻസർ 4 ആ വരിക. കാരണം അതിലുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ എല്ലാവർക്കും സെയിമാ, പക്ഷേ എന്നിൻ്റെ വാല്യൂ ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഈ 4 പാർട്ടിനും 4 ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു പാർട്ട് ഇമേജിനെ ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യിക്കും. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എവിടെയാണ്? അവിടേക്ക്. ഇനിയോ ഇയാളോ വേറെ ലെൻസ് പോലെ ആക്ട് ചെയ്യും, ഇയാൾ വേറെ ലെൻസ് പോലെ ആക്ട് ചെയ്യും, ഇയാൾ വേറെ ലെൻസ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 4 ലെൻസുകൾ വർക്ക് ചെയ്യും. അപ്പം 4 ഇമേജുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ലെൻസുകൾ ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര മെറ്റീരിയൽ ഉണ്ടോ അത്രയും ഇമേജസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ ആൻസർ 4 ആയിരിക്കും വരിക. അടുത്ത നോക്ക്. വാട്ട് വിൽ ബി ദി നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ എ ലെൻസ് ഫോംഡ് ബൈ 2 ഡിഫറെൻറ്റ് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇതേപോലെ 2 മെറ്റീരിയൽ വെച്ചു. ഇതാ ഇവിടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഇത് N1, ഇപ്പുറത്തൊരു മെറ്റീരിയൽ ഉണ്ട് N2. അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? അപ്പോൾ ഇതിന് ആദ്യത്തെ ഇതൊരു ലെൻസാണ്. ഇതാ ഇതൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ്, അതിൻ്റെ അടുത്ത് വേറൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ്. അത് രണ്ടും കൂടെ നമ്മൾ ലെൻസ് രണ്ടും കൂടെ കോണ്ടാക്ട് ചെയ്ത് വെക്കുക ചെയ്ത്. അപ്പോൾ ഇയാൾ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ടാവും, അതിനെ ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പിന്നെയും കൺവേർട്ട് ചെയ്ത്, ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന ലൈറ്റിനെ കൺവേർട്ട് ചെയ്ത് ഇയാളും കൂടെ കൺവേർട്ട് ചെയ്തിട്ടൊരു ഇമേജ് ഒക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. റെഡി? അപ്പോൾ ഒരു ലെൻസിലൂടെ കയറുന്ന ലൈറ്റ് അടുത്ത ലെൻസിലൂടെയും കൂടെ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് എന്താവുക ചെയ്യുക? കൺവേർജ് ആവുമായിരിക്കും ചെയ്യുക. അതുകൊണ്ട് ഒരൊറ്റ ഇമേജേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും 2 ലെൻസായിട്ട് സെപ്പറേറ്റ് വെക്കുന്നില്ല. ഇങ്ങനെയാണ് വെച്ചതെങ്കിൽ ഇയാൾ ഒരു സ്ഥലത്തും ഇയാൾ ഒരു സ്ഥലത്തും കൺവേർജ് ചെയ്യിക്കാം. എന്നാൽ ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെക്കുമ്പം ആദ്യത്തെ ഹാഫിലൂടെ ഉള്ള ലൈറ്റ് കയറിയിട്ട് രണ്ടാമത്തെ ഹാഫിലൂടെ കയറിയിട്ട് ഒരു സ്ഥലത്ത് കൺവേർജ് ആവുക ചെയ്യാം. അതുകൊണ്ട് ഒരൊറ്റ ഇമേജേ ഉണ്ടാവുള്ളൂ. ഇതുപോലെയല്ല,
ഇതിലെന്താ, ഇതിലൂടെ കയറുന്ന ലൈറ്റിനെ ഇയാൾ കൺവേർജ് ചെയ്യിക്കും, ഇതിലൂടെ കാരണം ഇയാൾ കൺവേർജ് ചെയ്യിക്കും, ഇതിലൂടെ കയറുന്ന ഇയാൾ കൺവേർജ് ചെയ്യിക്കും, ഇതിലൂടെ കയറുന്ന ഇയാളും കൺവേർജ് ചെയ്യിക്കും. ഓരോരുത്തരും വേറെ വേറെ സ്ഥലത്തോട്ട് കൺവേർജ് ചെയ്യിക്കും. അപ്പം ഡിഫറെന്റ് ഇമേജസ് ഫോം ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, രണ്ട് ലെൻസ് ഉണ്ട്. ഒരു ലെൻസിലൂടെയുള്ള ലൈറ്റ് അതിലൂടെ കയറി അടുത്ത ലെൻസിലൂടെ കൂടെ കയറിയിട്ടാ പുറത്തോട്ട് ഇറങ്ങുക. അപ്പൊ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തോട്ട് ആദ്യത്തെ ആൾ കുറച്ച് കൺവേർജ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ ആളും കൂടെ കൺവേർജ് ചെയ്ത് ഒരു സ്ഥലത്ത് ഇമേജ് ഫോം ചെയ്യുക. അപ്പം നമ്പർ ഓഫ് ഇമേജ് എത്രയായിരിക്കും? ഒറ്റ ഇമേജ് ആയിരിക്കും ഈ കേസിൽ വരിക. റെഡി അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ കട്ടിങ് ഓഫ് ലെൻസും ഇതുപോലെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ലെൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കേസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ.